ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാരു ഫ്രം ഡ്രീംലാൻഡ്. നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയതും അതോടൊപ്പം തന്നെ വളരെ ഈസിയായ ഫിഷ് മുളകിലിട്ടത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ. അതിനായി ഞാനിവിടെ സാൽമൺ ഫിഷാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഫിഷ് ഉപയോഗിച്ചും ഇതുപോലെ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്കിതിനായി വാളൻ പുളി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നന്നായി പിഴിഞ്ഞെടുത്ത് അതിൻ്റെ ജ്യൂസ് മാറ്റി വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നോർമൽ എരിവുള്ള മുളക് പൊടിയും പിന്നെ എരിവ് കുറഞ്ഞ കാശ്മീരി മുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ചേർത്ത് കലക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ചെറിയുള്ളിയാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ്. പക്ഷെ ഞാനിപ്പോൾ ഒരു സവാള ചെറുതായി അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും അരിഞ്ഞ് വെച്ചിരിക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ തയ്യാറാക്കി വെച്ചാൽ നമുക്കിനി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാവേ. അതിനായി ഒരു പാൻ വെച്ച് അതിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കടുവും ഉലുവയും പൊട്ടിച്ച് ആദ്യം നമുക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാവേ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട് ഇതിൽ. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളി കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാവേ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാവേ. അതിനുശേഷം നമ്മൾ കലക്കി വെച്ച ഉപ്പ് മഞ്ഞളിൻ്റെ ആ ഒരു കൂട്ടും കൂടെ ചേർത്ത് അതിൻ്റെ പച്ച ചൊവ്വയൊക്കെ പോകും വരെ ഒന്ന് നല്ലോണം വഴറ്റി പിന്നെ തക്കാളി ചേർക്കാം. തക്കാളി ചെറുതായി ഒന്ന് ഉടയുമ്പോൾ നമുക്ക് പുളിവെള്ളം കൂടെ ചേർത്ത് നന്നായി തിളപ്പിക്കണേ. നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഫിഷിൻ്റെ പീസസ് ചേർക്കാവേ. ഇനി അടച്ചു വെച്ചൊരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായി വേവിച്ചെടുക്കണം. ഇനി ലാസ്റ്റായി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ തൂകിയാൽ ഒരു അടിപൊളി ഫിഷ് മുളകിലിട്ടത് റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.